ഹലോ ഫ്രണ്ട്സ്, ക്വിക്ക് സ്റ്റെപ്പിൻ്റെ കേരള PSC ടിപ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കറൻറ്റ് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും പ്രീവിയസ് PSC പരീക്ഷകളിൽ നിന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, CDS അഥവാ കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ കാലാവധി. CDS എന്ന് പറയുന്നത് കരസേന വ്യോമയുടെ സംയുക്ത സംരംഭമാണ്. അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. CDSൻ്റെ ഇപ്പോഴത്തെ ഹെഡ് ബിപിൻ റാവത്താണ്. നേരത്തെ അദ്ദേഹം കരസേന മേധാവിയായിരുന്നു. ഇപ്പോൾ CDSൻ്റെ ഹെഡാണ്. CDSൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത്, ആ പദവി എന്ന് പറയുന്നത് സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള പദവിയാണ്. സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടറിയോട് ഇക്വലൻ്റ് ആയിട്ടുള്ള പദവിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യൻ കരസേന മേധാവി. നേരത്തെ പറഞ്ഞു ബിപിൻ റാവത്ത് ആയിരുന്നു മുന്നേ കരസേന മേധാവി. അദ്ദേഹം CDS ആയിട്ട് വന്നപ്പോൾ ഇപ്പോൾ കരസേന മേധാവിയായിട്ടുള്ളത് മനോജ് മുകുന്ദ് നരേനാണ്. മനോജ് മുകുന്ദ് നരേൻ, പ്രത്യേകം ഓർത്തിരിക്കുക, ഇന്ത്യൻ കരസേന മേധാവി മനോജ് മുകുന്ദ് നരേൻ. മൂന്നാമത്തെ ചോദ്യം, കരസേനാ ദിനം. ഇന്ത്യൻ കരസേനാ ദിനം ജനുവരി 15 ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചോദ്യങ്ങൾ നോക്കാം. വ്യോമസേനാ ദിനം ഒക്ടോബർ 8 ഇപ്പോഴത്തെ വ്യോമസേന മേധാവി RKS ഭദൗരിയാണ്. കെയും കൂടെ ഉണ്ട്, RKS ഭദൗരിയാണ്. നാവികസേന ദിനം എന്ന് പറയുന്നത് ഡിസംബർ 4 നാവികസേനയുടെ ഹെഡ് എന്ന് പറയുന്നത് കരംബീർ സിംഗ് ആണ്. അപ്പോൾ വ്യോമസേന മേധാവി RKS ഭദൗരിയും നാവികസേന മേധാവി കരംബീർ സിംഗുമാണ്. ലോക കേരള സഭയുടെ ആദ്യത്തെ സെഷൻ നടന്ന തീയതി 2018 ജനുവരി 12 ലോക കേരള സഭയുടെ ആദ്യത്തെ സെഷൻ നടന്നത്. അടുത്ത ചോദ്യം, ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. തണ്ണീർത്തടങ്ങളെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ, തണ്ണീർത്തടങ്ങളെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. ഈ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1971 ഒപ്പുവെച്ച ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. റംസാർ എന്ന് പറഞ്ഞ് ഉടമ്പടി ഒപ്പുവെച്ചിരിക്കുന്നത് ഇറാനിൽ വെച്ചിട്ടാണ്. കേരളത്തിൽ നിന്ന് 3 സ്ഥലങ്ങളാണ് ഈ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 വെമ്പനാട്ട് കായൽ, 2 അഷ്ടമുടിക്കായൽ, 3 ശാസ്താംകോട്ടക്കായൽ. അടുത്ത ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഭൂമിയുടെ രക്തധമനികൾ എന്നറിയപ്പെടുന്നത് നദികളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകൾ. ഭൂമിയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് കണ്ടൽക്കാടുകളാണ്. ഭൂമിയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് കണ്ടൽക്കാടുകളാണ്. കേരളത്തിൽ കണ്ടൽക്കാടുകൾ കൂടുതലുള്ളത് കണ്ണൂർ, കുറവുള്ളത് കൊല്ലം. ഇന്ത്യയിലെ കണ്ടൽക്കാടുകൾ കൂടുതലുള്ള സംസ്ഥാനമാണ് വെസ്റ്റ് ബംഗാൾ. നമുക്കറിയാം സുന്ദർബനിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഇനി ആമസോൺ മഴക്കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, ഒരു കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത് ആമസോൺ മഴക്കാടിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഉണ്ടായിരുന്നു. പൗലീനിയോ ഗുജാരിയോ ആണ്. ഇദ്ദേഹമാണ് ഈ ഇടയ്ക്ക് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആമസോൺ മഴക്കാടുകളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് പൗലീനിയോ ഗുജാരോ ആണ്. അപ്പോൾ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ, ഹൃദയം എന്ന് പറയുന്നത് കണ്ടൽക്കാടുകൾ, ഭൂമിയുടെ ശ്വാസകോശം ആമസോൺ മഴക്കാടുകൾ, ഭൂമിയുടെ രക്തധമനികൾ എന്ന് പറയുന്നത് നദികൾ. ചോദ്യം നമ്പർ 6, അവസാനം രൂപം കൊണ്ട കേരളത്തിലെ കോർപ്പറേഷൻ. കേരളത്തിലെ അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ. ഉത്തരം കണ്ണൂർ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കേരളത്തിൽ നിലവിൽ 6 കോർപ്പറേഷനുകളാണുള്ളത്. അവസാനമായി രൂപപ്പെട്ട കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. 2015 ജനുവരി 14 രൂപം കൊണ്ടത്. അപ്പോൾ എന്നാണ് അവസാന കോർപ്പറേഷൻ കണ്ണൂർ 2015 ജനുവരി 14 രൂപം കൊണ്ടത്. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ
മറ്റു കോർപ്പറേഷനുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ, അടുത്ത് കൊല്ലം കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷൻ, തൃശ്ശൂർ കോർപ്പറേഷൻ, കണ്ണൂർ കോർപ്പറേഷൻ. അപ്പോൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. അങ്ങനെ 6 കോർപ്പറേഷനാണുള്ളത്. ഏറ്റവും ആദ്യമായിട്ട് രൂപം കൊണ്ട കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടത് 1940 ഒക്ടോബർ 20-നാണ്. 1940 ഒക്ടോബർ 20-നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടത്. രണ്ടാമതായിട്ട് രൂപം കൊണ്ട കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. 1962-ലാണ് കോഴിക്കോട് കോർപ്പറേഷൻ രൂപം കൊണ്ടത്. മൂന്നാമതായിട്ട് കൊച്ചി 1967. അപ്പോൾ 1, 2, 3 പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ അവസാനത്തെ കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം ഓർത്തിരിക്കുക. ആദ്യത്തേത് തിരുവനന്തപുരം 1940, രണ്ടാമത്തേത് കോഴിക്കോട് 1962, മൂന്നാമത്തേത് കൊച്ചി 1967. ഇനി അവസാനം രൂപം കൊണ്ട കോർപ്പറേഷനാണ് കണ്ണൂർ 2015 ജനുവരി 14. തൃശ്ശൂർ കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷനും 2000-ലാണ് രൂപം കൊണ്ടത്. തൃശ്ശൂർ കോർപ്പറേഷനും കൊല്ലം കോർപ്പറേഷനും രൂപം കൊണ്ടത് 2000-ലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. ഏറ്റവും വലിയ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. എന്നാൽ ഏറ്റവും ചെറിയ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. ഏറ്റവും ചെറിയ കോർപ്പറേഷൻ കൊല്ലം, വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം, ചെറിയ കോർപ്പറേഷൻ കൊല്ലം. ഇനി ജനസംഖ്യ കുറവ് ഉള്ള കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് തിരുവനന്തപുരമാണ്. അപ്പോൾ ആദ്യത്തെ കോർപ്പറേഷൻ തിരുവനന്തപുരം, അവസാനം കണ്ണൂർ. തിരുവനന്തപുരം 1940 ഒക്ടോബർ 20-നും കണ്ണൂർ 2015 ജനുവരി 14. രണ്ടാമതായിട്ട് രൂപം കൊണ്ട കോർപ്പറേഷനാണ് കോഴിക്കോട് 1962. ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരം, ചെറിയ കോർപ്പറേഷൻ കൊല്ലം. ജനസംഖ്യ കൂടുതൽ തിരുവനന്തപുരം, ജനസംഖ്യ കുറവ് തൃശ്ശൂർ. ഇനി മറ്റൊരു PSC ക്വസ്റ്റ്യൻ, മുന്നത്തെ PSC ക്വസ്റ്റ്യനാണ് കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ. തൃശ്ശൂരാണ് കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം. സ്വരാജ് ട്രോഫിയാണ് കേരള സർക്കാർ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നൽകുന്ന പുരസ്കാരം. ഇതിൻ്റെ തുക 25 ലക്ഷമാണ്. ആദ്യമായിട്ട് സ്വരാജ് ട്രോഫി കിട്ടിയ പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ബാങ്ക് രൂപം കൊണ്ടത്. ഇപ്പോൾ പുതിയതായിട്ടാണ് ഇത്, കറണ്ട് അഫെയർസിൽ വന്നതാണ്. കേരള ബാങ്ക് രൂപം കൊണ്ടത് 2019 നവംബർ 28-നാണ് കേരള ബാങ്ക് രൂപം കൊണ്ടത്. 9ാമത്തെ ചോദ്യം, ലോക വിദ്യാർത്ഥി ദിനമായി UN ആചരിക്കുന്നത് എന്ന്. ലോക വിദ്യാർത്ഥി ദിനമായി UN ആചരിക്കുന്നത് എന്ന്. ഓപ്ഷൻ നോക്കുക. ലോക വിദ്യാർത്ഥി ദിനമായി UN ആചരിക്കുന്നത് എന്ന്. ഒക്ടോബർ 15-നാണ് ലോക വിദ്യാർത്ഥി ദിനമായി UN ആചരിക്കുന്നത്. ഈ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. APJ അബ്ദുൽ കലാമിനോടുള്ള, നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്ന മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥമാണ് UN ഒക്ടോബർ 15-ന് വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. അബ്ദുൽ കലാം ഹൃദയാഘാതം മൂലം മരിക്കുന്നത് ഷില്ലോങ് മേഘാലയയിൽ വെച്ചിട്ടാണ്. മരണപ്പെടുന്ന സ്ഥലം ഷില്ലോങ് മേഘാലയയിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ റെസ്റ്റിംഗ് പ്ലേസ് അറിയപ്പെടുന്നത് പേയ്ക്കറമ്പ്. പേയ്ക്കറമ്പ് എന്ന് പറയുന്നത് രാമേശ്വരം തമിഴ്നാട്ടിലാണുള്ളത്. പേയ്ക്കറമ്പ് എന്ന് പറയുന്നത് രാമേശ്വരം തമിഴ്നാട്ടിലാണുള്ളത്. ഇനി APJ അബ്ദുൽ കലാമിനോടുള്ള ബഹുമാനാർത്ഥം തന്നെ സ്വിറ്റ്സർലൻഡിൽ അദ്ദേഹം സന്ദർശിക്കാനിടയായി. അപ്പോൾ അതിനോടുള്ള ബഹുമാനാർത്ഥം സ്വിറ്റ്സർലൻഡ് അവരുടെ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 26-ആണ്. അദ്ദേഹം സ്വിറ്റ്സർലൻഡ് വിസിറ്റ് ചെയ്ത ദിവസം കൂടിയാണ്. അപ്പം മെയ് 26-ആണ് സ്വിറ്റ്സർലൻഡിൽ ശാസ്ത്ര ദിനമായിട്ടാണ് ആചരിക്കുന്നത്. APJ അബ്ദുൽ കലാമിനോടുള്ള സ്മരണാർത്ഥമാണ്. ഇനി ഓപ്ഷനിൽ മറ്റൊരു ഓപ്ഷനായിരുന്നു ഡിസംബർ 22. ഡിസംബർ 22 എന്ന് പറയുന്നത് ദേശീയ ഗണിത ദിനമാണ്.
ഡിസംബർ 22 എന്ന് പറയുന്നത് ദേശീയ ഗണിത ദിനമാണ്. ഇത് ശ്രീനിവാസ രാമാനുജൻ്റെ ദിനം കൂടിയാണിത്. ശ്രീനിവാസ രാമാനുജൻ്റെ ദിനമാണ് ഡിസംബർ 22 ദേശീയ ഗണിത ദിനം. ഡിസംബർ 14 എന്ന് പറയുന്നത് ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ്. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ 10ാമത്തെ ചോദ്യമാണ്. ഏറ്റവും വലിയ വന്യജീവി സങ്കേതം അഥവാ വൈൽഡ് ലൈഫ് സാങ്ച്വറി. മാറിപ്പോരുത്, നാഷണൽ പാർക്കാണോ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ഉത്തരം എഴുതാനായിട്ട്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലുള്ള വന്യജീവി സങ്കേതമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം മഹാരാഷ്ട്രയിലാണ്, ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അതേസമയം ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഏത്? ഹെമീസ് നാഷണൽ പാർക്ക്. ലഡാക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ജമ്മു കാശ്മീരിനെ ഇപ്പോൾ വിഭജിച്ച് യൂണിയൻ ടെറിട്ടറി ആയപ്പോൾ ലഡാക്ക് പ്രവിശ്യയിൽ ഉൾപ്പെട്ടതാണ് ഹെമീസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയറാണ് ഗ്യാൻ ഭാരതി. അതിൽ ഓപ്ഷനിലുണ്ടായിരുന്നു ഗ്യാൻ ഭാരതി എന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് ഗ്യാൻ ഭാരതി. ഗ്യാൻ ഭാരതി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. എന്നാൽ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ ഏതാണ്? ഏറ്റവും ചെറിയ ബയോസ്ഫിയർ എന്ന് പറയുന്നത് ദീബ്രു സസക്കാവ, അത് ആസാമിലാണ്. ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് ദീബ്രു സസക്കാവ, ആസാമിലാണ്. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് നീലഗിരിയാണ്. 1986 നീലഗിരിനെ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആക്കി മാറ്റിയത്. 10ാമത് ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യമലയാണ് 10ാമത്തെ ബയോസ്ഫിയർ റിസർവ്. ഇനി ഫസ്റ്റ് ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടമാണ്. ഫസ്റ്റ് ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. ഫസ്റ്റ് നാഷണൽ പാർക്കോ? ഫസ്റ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. 1936 ജിം കോർബറ്റ് നാഷണൽ പാർക്ക് രൂപം കൊണ്ടത്. അപ്പോൾ അത് രൂപം കൊള്ളുന്ന സമയത്ത് ഹെയ്ലിയസ് നാഷണൽ പാർക്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉത്തരാഖണ്ഡാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഹെയ്ലിയസ് നാഷണൽ പാർക്ക് എന്നാണ് അതറിയപ്പെട്ടിരുന്നത്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അത് രാമഗംഗ നാഷണൽ പാർക്ക് എന്നാക്കി മാറ്റി. 1957 ഇതിനെ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നുള്ള നാമകരണം ചെയ്തത്. ജിം കോർബറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രശസ്തമായൊരു കൃതിയാണ് മാൻ ഈറ്റേഴ്സ് ഓഫ് ഹ്യൂമയൂൺ. മാൻ ഈറ്റേഴ്സ് ഓഫ് ഹ്യൂമയൂൺ എന്ന് പറയുന്നത് ജിം കോർബറ്റിൻ്റെ പ്രശസ്തമായ ഒരു കൃതിയാണ്. ഇനി ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ കടന്നു പോകുന്ന നദി ആണ് രാമഗംഗ. അപ്പോൾ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗ്യാൻ ഭാരതി, എന്നാൽ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ദീബ്രു സസക്കാവ. ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് നീലഗിരി 1986 ഫോം ചെയ്തു. 10ാമത് അഗസ്ത്യമല രൂപം കൊണ്ട് 2016. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആയത് 2016. ഫസ്റ്റ് ബയോളജിക്കൽ പാർക്ക് എന്നറിയപ്പെടുന്നത് അഗസ്ത്യാർകൂടമാണ്. ഫസ്റ്റ് നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് 1936 ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി അഥവാ വന്യജീവി സങ്കേതം ഏതായിരുന്നു? ഫസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ്.